അമേരിക്കൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായതിന്റെ പിന്നിൽ ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളുടെ പ്രതിനിധിയായിട്ടുള്ള ജോർജ് സോറസ് ആണോ എന്ന സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റാകാൻ ഒരുങ്ങുന്ന ട്രംപ് ജോർജ് സോറസിനെ സംശയിക്കുന്നുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ട്രംപിന്റെ ഒരുപക്ഷെ ട്രംപിനെ തുറന്നെതിർക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് സോറസ്. 90 വയസ്സിലേറെ പ്രായമുള്ള വയോവൃദ്ധൻ, ആള് ചില്ലറക്കാരനല്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജോർജിയ മെലോനി, അങ്ങനെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളെയെല്ലാം വലതുപക്ഷ രാഷ്ട്രീയത്തിനെ തുറന്നെതിർക്കുന്നയാളാണ് ജോർജ് സോറസ്. സോറസിൻ്റെതായ നിയമങ്ങളും സോറസിൻ്റെതായ താല്പര്യങ്ങളും ലോകത്ത് കൊണ്ടുവരാനായിട്ട് കാലാകാലങ്ങളായി അയാളും അയാളുടെ സംഘങ്ങളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ട്രംപ് യുഗത്തിന് അറുതി വരുത്താൻ, ജോ ബൈഡനെ പ്രസിഡന്റായി കൊണ്ടുവരാൻ ചരട് വലിച്ചവരിൽ ഒരാളാണ് ജോർജ് സോറസ്. ഈ ജോർജ് ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. ഈ സോറസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയാണ്. അത് ഭയങ്കര രസമാണിത്. ഈ ട്രൂഡോ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് റൂൾ ഓഫ് ലോ. ഈ റൂൾ ഓഫ് ലോയും ഡെമോക്രസിയും സംരക്ഷിക്കാനാണ് താൻ ജന്മമെടുത്തിരിക്കുന്നത് എന്നാണ് സോറോസ് പറയുന്നത്. ആ സോറോസിനെ തൃപ്തിപ്പെടുത്താനാണോന്ന് എനിക്കറിയില്ല. എപ്പോഴും ഈ നമ്മുടെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ഏത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നാലും റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒപ്പം തന്നെ ഡെമോക്രസി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സോറസിന്റെ കണ്ണിൽ ചില കരടുകളുണ്ട്, കണ്ണിൽ പിടിക്കാത്ത ചിലരുണ്ട്. അതാണ് ട്രംപ്, മോഡി, മെലോനിയ പോലെയുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾ. സോറോസ് കൊണ്ടുവരാനായി ശ്രമിക്കുന്ന ഒരു ലോകക്രമത്തിന് എതിരാണ് ഇവർ. അതുകൊണ്ടാണ് ഇവരെയും ഇവരുടെ രാഷ്ട്രീയത്തെയും ഒക്കെ അയാൾ എതിർക്കുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അവിടേക്കുള്ള ഇമിഗ്രൻസിന്റെ കാര്യത്തിലും അതുപോലെ അവിടേക്ക് അഭയം പ്രാപിച്ചു വരുന്നവരുടെ കാര്യത്തിലുമൊക്കെ ശക്തമായ നടപടികൾ കൈക്കൊള്ളാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരു നിലപാടാണ് സോറോസിൻ്റേത്. അയാൾ റെഫ്യൂജീസിനെയും ഇമിഗ്രൻസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് എടുക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസിൽ ഒന്നെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളിൽ പലരും കേട്ടിട്ടുള്ളത് തന്നെയാണ്, ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷനിലൂടെയാണ് ലോകത്തെ പല മാധ്യമങ്ങളെ അടക്കം ഇയാൾ വിലക്കെടുക്കുന്നത്, പലർക്കും ഇയാൾ ഫണ്ട് നൽകുന്നത്. ഈ LGBTQ പോലെയുള്ള സംഘടനകളെയൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് സത്യത്തിൽ ഈ സോറസ് ആണ്. ജോർജ് സോറസിന്റെ ഇതിലുള്ള താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ലോകത്തൊട്ടാകെ പല രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന പല സംഭവങ്ങളുടെയും പിന്നിൽ ഇയാൾക്ക് കൈകളുണ്ടാവും. പല പ്രശ്നങ്ങൾ, പല അട്ടിമറികൾ, പല ദുരന്തങ്ങൾ, പല ആക്രമണങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ സോറസോ അയാളുടെ സംഘടനകളിൽപ്പെട്ട ആൾക്കാർക്കോ പങ്കുണ്ടാവും എന്നുള്ളതാണ്. ഗാർഡിയൻ പോലെയുള്ള മാധ്യമങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത് ഈ ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനാണ്. അതൊക്കെ എവിഡൻസ് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ട്വിറ്റർ, ഫേസ്ബുക്ക്, യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ സോറസ് നിയന്ത്രണത്തിൽ നിർത്താൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഉടമസ്ഥർ നമ്മൾ നോക്കുമ്പോൾ സോറസിനേക്കാൾ സമ്പന്നരാണെന്നൊക്കെ തോന്നുമെങ്കിലും ഈ ജോർജ് സോറസ് എന്ന് പറയുന്നത് വലിയൊരു ശൃംഖലയുടെ നമുക്കറിയാവുന്ന ഒരു കണ്ണി മാത്രമാണ്. അയാൾ ഒരു സാധാരണ മനുഷ്യനല്ല. അയാൾക്ക് വലിയ രീതിയിലുള്ള താല്പര്യങ്ങൾ ലോകത്തുണ്ട്. ഇലുമിനാറ്റി എന്നോ ഇലുമിനാണ്ടി എന്നോ എന്ത് വേണേലും വിളിക്കാം. അങ്ങനെയൊക്കെ പറയാവുന്ന കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരാൾ തന്നെയാണ് ഈ ജോർജ് സോറസ്. ഈ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ട്രംപിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം തന്നെ ഈ ഒരേ സമയത്ത് പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ മരവിപ്പിച്ചളഞ്ഞു. അതിൽ ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് റെഡിറ്റ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ ഈ ട്രംപിനെ അനുകൂലിക്കുന്നവരെയും ട്രംപിനെയും അങ്ങ് പൂർണ്ണമായും ഒഴിവാക്കി കളഞ്ഞു. ട്രംപിന്റെ ഒരു വേർഷൻ ഇനി വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു. ഇതിന്റെ ഒക്കെ പിന്നിൽ കളിച്ചത് ഈ ട്രംപ് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സമ്പന്നരാണ് എന്ന് നിസ്സംശയം പറയാം. അവർക്ക് അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. വയോവൃദ്ധനായിട്ടുള്ള ജോ ബൈഡൻ എന്തിനാണ് അമേരിക്കയിൽ വീണ്ടും പ്രസിഡന്റ് ആവുന്നത്? ഇദ്ദേഹം വീണ്ടും രണ്ടാമത് മത്സരിക്കാൻ പോയിട്ട് എഴുന്നേറ്റ് നടക്കാനോ വഴിതെറ്റാതെ പോകാനോ അറിയാത്ത ആളാണ് ഈ ബൈഡൻ. നമ്മൾ അദ്ദേഹത്തിന്റെ എത്രയോ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി വഴിതെറ്റി പോകുന്ന ജോ ബൈഡനെ കൈപിടിച്ച് നേരെ നടത്തിക്കൊണ്ടുവരുന്ന വീഡിയോ ഇപ്പോഴും വൈറലാണ് സോഷ്യൽ മീഡിയക്കകത്ത്. പ്രായാധിക്യം കാരണം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് ഈ ജോ ബൈഡൻ. നമുക്കറിയാം, അതുപോലെ തന്നെ ഒരു അപ്പൂപ്പനാണ് ഈ ജോർജ് സോറസും. ജോർജ് സോറസ്, ജോ ബൈഡൻ അപ്പൂപ്പന്മാരുടെ ഒരു ലോകമാണ്. ഈ നാട്ടിൽ എന്താ യുവാക്കളൊന്നും വേറെ ഇല്ലേ? അമേരിക്കയിൽ വേറെ യുവതികളും യുവാക്കളൊന്നും ഇല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ വേണ്ടി അപ്പൂപ്പനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. എന്തുകൊണ്ടാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വേറെ ആരും ഇല്ലാത്തത്? അപ്പോൾ ജോർജ് സോറസിന് ഒരു പാവയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വേണ്ടത്. അല്ലെങ്കിൽ ജോർജ് സോറസ് ഉൾപ്പെടുന്ന ആ നിഗൂഢ ശക്തികൾക്ക് അമേരിക്കയിൽ വേണ്ടത് ഒരു അപ്പുപ്പൻ പ്രസിഡന്റിനെയാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടും ഈ നമ്മുടെ ജോ ബൈഡനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ട്രംപ് ആകട്ടെ, ട്രംപിനും അത്യാവശ്യം ഏജൊക്കെ ഉണ്ടെങ്കിലും ബൈഡനേക്കാളും സ്മാർട്ടാണ്, കുറെ കൂടെ യങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ബൈഡനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ.
അപ്പോൾ മാത്രമല്ല പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള വിഷൻസും ഉണ്ട്. അപ്പോൾ ഈ ട്രംപ് ജയിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി. ഇങ്ങനെ ഉറപ്പായ സമയത്താണ് ട്രംപിനെ കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ദുരൂഹമായ ശക്തികൾ ഉണ്ട് എന്ന് കരുതേണ്ടി വരും. ഇനി ഈ ജോർജ് സോറസ് സപ്പോർട്ട് ചെയ്യുന്ന ചില സംഘടനകളെ കുറിച്ച് പറയാം. പ്രോ പബ്ലിക്ക എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇതൊരു നോൺ പ്രോഫിറ്റ് ന്യൂസ് റൂം ഒരു ഓർഗനൈസേഷനാണ്. ഇത് ശരിക്കും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്. NPR അഥവാ നാഷണൽ പബ്ലിക് റേഡിയോ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമുണ്ട്. ഇതും OSF തന്നെയാണ് ഗ്രാൻറ്റുകളും മറ്റുമൊക്കെ അതിന് കൊടുക്കുന്നത്. ഇത് പ്രധാനമായിട്ടും സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് US പ്രവർത്തിക്കുന്നതാണ് പറയുന്നത്. ഗാർഡിയൻ ഓൾറെഡി ഒരുപാട് ഗ്രാൻറ്റുകൾ OSF നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതായത് ഈ സോറസിന്റെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. മീഡിയ ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് MDIF എന്നാണ് ഇതിന്റെ പേര്. ഇതും ഈ ഒരു OSF സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. സെന്റർ ഫോർ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് CIR എന്ന് പറയുന്നതും ഇതുപോലെ നമ്മുടെ ജോർജ് സോറസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ദ മാർഷൽ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഓർഗനൈസേഷൻ, ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഇതിന്റെ പിന്നിലും ഉള്ളത് ഇതേ നമ്മുടെ ജോർജ് സോറസ് അമ്മാവനാണ്. ഇവർ പറയുന്നത് എന്താണ്? അതായത് ട്രാൻസ്പെറൻസി പ്രൊമോട്ട് ചെയ്യുക, ഫ്രീ ജേർണലിസം പ്രൊമോട്ട് ചെയ്യുക, വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ ഫ്രീ പ്രസിനെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ട് പറയുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ മറ്റു പല ഉദ്ദേശങ്ങളും ഇവർക്കുണ്ട്. CNN, MSNBC, അതുപോലെ ദ ന്യൂയോർക്ക് ടൈംസ്, ദ വാഷിംഗ്ടൺ പോസ്റ്റ് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ, ABC ന്യൂസ്, അതുപോലെ CBS ന്യൂസ് തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ തന്നെ ഇൻഡയറക്ട്ലി ട്രംപിനെ താഴെ ഇറക്കാൻ വേണ്ടി പരിശ്രമിച്ച മാധ്യമങ്ങളാണ്. ഇവർക്കൊക്കെ തന്നെ സോറസുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ള പല ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നുണ്ട്. അത് ഒഫീഷ്യലി കൺഫേം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നേരത്തെ പറഞ്ഞ പേരുകളെല്ലാം തന്നെ ഡയറക്റ്റ് സോറസിന്റെ ഓർഗനൈസേഷൻ ഫണ്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഈ മേൽപ്പറഞ്ഞ മാധ്യമങ്ങൾ സോറസിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ബന്ധപ്പെടുത്തി പറയാനുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ട്രംപിനെ തകർക്കാൻ ഒരു ശ്രമം നടന്നു എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് 2023 മറ്റുമൊക്കെ ആയിട്ട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ട്രംപിന്റെ ആ ഒരു നൽകിയിരുന്ന സസ്പെൻഷൻ പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ട്രംപിനെ ബാൻ ചെയ്തത് രണ്ടുപേരാണ് പെർമനന്റ്ലി. ഒന്ന് ട്വിറ്റർ, മറ്റൊന്ന് സ്നാപ്ചാറ്റ്. ഏറ്റവും പോപ്പുലർ ആയിരുന്ന പ്ലാറ്റ്ഫോമുകളായിരുന്നു ഈ ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും. അതിൽ ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നമുക്കറിയാം സക്കർബർഗിന്റെ കീഴിൽ വരുന്നതാണ്. പിന്നീട് അവരത് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ കണ്ണിൽ ഒരു കരടായിട്ട് നമ്മുടെ സക്കർബർഗ് മാറിയിട്ടുണ്ട്. എന്തായാലും ട്രംപ് പ്രസിഡന്റ് ആയാൽ പണി കിട്ടാൻ ചാൻസ് ഉള്ളവരിൽ ഒരാളാണ് മാർക്ക് സക്കർബർഗ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് യൂട്യൂബാണ്. യൂട്യൂബ് അന്ന് ചാനലിന്റെ നിയന്ത്രണമൊക്കെ കൊണ്ടുവന്നെങ്കിലും പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിച്ചു. കാരണം ഇല്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഗൂഗിളിന് നന്നായിട്ട് അറിയാം. മാത്രമല്ല ഗൂഗിള് ട്രംപുമായിട്ട് നല്ലൊരു ടേംസിൽ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇപ്പോഴും ട്രംപിനെ അടുപ്പിച്ചിട്ടില്ല. അവരിപ്പോഴും ആ ഒരു ബാൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ട്വിറ്റർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ഏറ്റവും അധികം ട്രംപിനെതിരായിട്ട് നിന്നൊരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോം പെർമനന്റ് ആയിട്ട് തന്നെ ട്രംപിനെ ബാൻ ചെയ്തു. അന്നത്തെ അതിന്റെ CEO ശക്തമായിട്ട് ട്രംപിനെതിരെ രംഗത്ത് വന്ന ആളാണ്. പക്ഷെ ആ പ്ലാറ്റ്ഫോം ഇന്ന് നമ്മുടെ ഇലോൺ മസ്കിന്റെ പോക്കറ്റിലാണ്. മസ്ക് അത് വാങ്ങിയ തൊട്ട് പിന്നാലെ തന്നെ ട്രംപിന്റെ പേരിൽ ഉണ്ടായിരുന്ന ബാൻ, പെർമനന്റ് ആയിട്ട് അവർ നൽകിയിരുന്ന ബാൻ പിൻവലിച്ചിട്ട് ട്രംപിന്റെ അക്കൗണ്ട് പുനഃസ്ഥാപിച്ചു. ആരാണ് ഈ നമ്മുടെ ഇലോൺ മസ്ക് എന്ന് ചോദിച്ചാൽ ട്രംപുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരണമെന്നായിരിക്കാം മസ്ക് ആഗ്രഹിക്കുന്നത്. ട്രംപും മസ്കും തമ്മിൽ ശക്തമായ ഒരു ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ട്രംപ് ആദ്യം പ്രസിഡന്റായ സമയത്ത് ഉപദേശക സമിതിയിൽ ഈ നമ്മുടെ ഇലോൺ മസ്ക് ഉണ്ടായിരുന്നു. 2017 പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ട്രംപ് കൈക്കൊണ്ടപ്പോഴാണ് ആ പേരും പറഞ്ഞ് നമ്മുടെ ഇലോൺ മസ്ക് അന്ന് രാജിവെക്കുന്നത്. ട്രംപിനെ ഇടയ്ക്കൊക്കെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്, എന്നാൽ പുകഴ്ത്താനും മറന്നിട്ടില്ല നമ്മുടെ ഇലോൺ മസ്ക്. ട്രംപിനെ ബാൻ ചെയ്തതിനോട്, ട്വിറ്റർ അടക്കം ബാൻ ചെയ്തതിനോട് അത്ര അനുകൂലപരമായ ഒരു നിലപാടായിരുന്നില്ല അന്ന് തന്നെ നമ്മുടെ മസ്ക് സ്വീകരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഇലോൺ മസ്കിന്റെ സ്ഥാപനമായിട്ടുള്ള സ്പേസ് എക്സിന് ഒരുപാട് കോൺട്രാക്റ്റുകൾ കിട്ടിയിട്ടുണ്ട് നാസയിൽ നിന്ന്. അപ്പോൾ ട്രംപിന്റെ പ്രത്യേക താല്പര്യം അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. ട്രംപ് പ്രസിഡന്റായ സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ, പ്രത്യേകിച്ച് ടെസ്ല വാഹനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷൻസും ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ശരിക്കും ഇലോൺ മസ്കിന്റെ സമ്പത്തിൽ
അതിശയിപ്പിക്കുന്ന വളർച്ച ഉണ്ടായത് എന്നും കാണാൻ സാധിക്കും. ആദ്യ ടേമിൽ ട്രംപിന്റെ ഉപദേശക സമിതിയിൽ ഇലോൺ മസ്ക് ഉണ്ടായിരുന്നത് ഇലോൺ മസ്കിനോടുള്ള വിശ്വാസം വിപണിയിൽ വർദ്ധിക്കുന്നതിന് കാരണമാവുകയും മസ്കിന്റെ സ്ഥാപനങ്ങളായിട്ടുള്ള സ്പേസ് എക്സിന്റെയും അതുപോലെ ടെസ്ല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഓഹരി വിപണിയിൽ വലിയ വർധന ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 2021 ഈ ജാനുവരി 6 ക്യാപിറ്റോളിൽ നടന്ന ആക്രമണത്തിൽ ട്രംപിനെ വിമർശിച്ച ആളാണ് നമ്മുടെ ഇലോൺ മസ്ക്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ട്രംപിന്റെ ഒരു ഉപദേശകനായി തുടരുന്നു എന്ന് വേണം കരുതാൻ. ട്വിറ്റർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ തന്നെ ഈ മസ്ക് ഏറ്റെടുത്തത് വെറുതെയല്ല. അന്ന് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും തന്നെ ബാൻ ചെയ്ത സമയത്ത് കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം താൻ തുടങ്ങുമെന്ന് ട്രംപ് അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ട്രൂത്ത് എന്നോ മറ്റോ പേരുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അദ്ദേഹം തുടങ്ങിയെന്നുമാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് തരക്കേടില്ലാതെ അത് സക്സസ് ആയിട്ടുണ്ട്. വലിയ വിജയം എന്ന് പറയാൻ പറ്റില്ല ട്വിറ്റർ ഒന്നും പോലെ, പക്ഷെ എന്നിരുന്നാലും 1 മില്യണിലധികം ആൾക്കാർ അത് ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ട്രംപ് ആഗ്രഹിച്ചത് എന്താണ്? ഒരു ഫ്രീ സ്പീച്ച് പറ്റുന്ന അല്ലെങ്കിൽ സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വേണമെന്നാണ്. അത് ട്രൂത്ത് എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും മറുഭാഗത്ത് ഇലോൺ മസ്ക് ചെയ്തതും എന്താണ്? ട്വിറ്ററിനെ സ്വന്തമാക്കിയിട്ട് കെട്ടഴിച്ചു വിട്ടേക്കുകയാണ്. പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ട് ട്വിറ്റർ മാറി. അതിന്റെ പേര് തന്നെ മാറ്റിയിട്ട് എക്സ് എന്ന് പുനർനാമകരണം ചെയ്തു. ട്രംപിനെതിരെ ആദ്യം തന്നെ ശക്തമായ നടപടിയെടുത്ത ഏറ്റവും കൂടുതൽ പ്രതികരിച്ച സോഷ്യൽ മീഡിയ കമ്പനികളിൽ ഒന്നാണ് ട്വിറ്റർ. ആ ട്വിറ്ററിന്റെ അസ്തിത്വം തന്നെ സത്യത്തിൽ ഇവിടെ നമ്മുടെ ഇലോൺ മസ്ക് ഇല്ലാതാക്കിയിട്ട് x.com എന്നതിനെ പുനർനാമകരണം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ട്രംപിന് വേണ്ടിയിട്ട് ഉള്ളൊരു കളി ആയിരുന്നോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചോദ്യമായിട്ട് അത് അവിടെ നിൽക്കട്ടെ. ട്രംപും മസ്കും തമ്മിൽ ഒരു സൗഹൃദ ബന്ധം ഇതിനിടയിൽ നടക്കുന്നുണ്ടോ എന്ന് നോർമലി നമുക്ക് സംശയിക്കാം. അപ്പോൾ ട്രംപ് അധികാരത്തിൽ വരണമെന്നാണ് മസ്കും ടീമും ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. ട്രംപ് ഒരിക്കലും വരരുത് എന്ന് സോറസും ടീമും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ജോർജ് സോറസും അയാള് നേതൃത്വം കൊടുക്കുന്ന അയാളുടെ ഓർഗനൈസേഷൻസും ഒക്കെ ട്രംപ് മിക്കവാറും അടിച്ചു പൂട്ടുമെന്നാണ് തോന്നുന്നത്. സോറസിന്റെ കഥ കഴിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിനുള്ള കളികൾ ട്രംപും കളിക്കും. ട്രംപിനെതിരെ ഉള്ള ആഗോള തലത്തിൽ തന്നെ രൂപപ്പെട്ടിട്ടുള്ള ഒരു ഐക്യമുണ്ട്. അത് മുഴുവൻ ഇത്തവണ അധികാരത്തിലെത്തിയാൽ ട്രംപ് തകർത്തെറിയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് ഇലോൺ മസ്ക് പരോക്ഷമായി ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.